ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 19-ാം വചനത്തിൽ ചിലരുടെ ദൈവം അവരുടെ വയറ്. എല്ലാ കാര്യത്തിനും അവർ മുൻതൂക്കം നൽകുന്നത് ചാപ്പാട് മാത്രം. ശരീരത്തിന് ചാപ്പാട്, ആത്മാവിന് ചാപ്പാട്, പ്രാണനും ചാപ്പാട്. ബൈബിൾ ഒരു വ്യക്തിയെ നോക്കി മൂടാ എന്ന് വിളിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 19-20 വചനങ്ങളിൽ അവന്റെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ തന്നോട് തന്നെ പറയുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഈ വചനത്തിന്റെ യഥാർത്ഥ സെൻസ് ഇംഗ്ലീഷിൽ വളരെ കറക്റ്റാണ്. ഇംഗ്ലീഷ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, he said to his own soul, അവൻ തന്റെ പ്രാണനോട് അവൻ പറയുന്നു, അവൻ തന്റെ ജീവനോട് അവൻ പറയുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പ്രിയമുള്ളവരെ, ഇതിലൊരു ആത്മീയ മർമ്മമുണ്ട്. ഒരു മനുഷ്യനിൽ 3 ഘടകങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വചനത്തിൻ പ്രകാരം, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16 പ്രകാരം, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വചനത്തിൻ പ്രകാരം, യാക്കോബ് ലേഖനം 2-ാം അധ്യായം 23-ാം വചനത്തിൻ പ്രകാരം. നമ്പർ 1 മനുഷ്യന്റെ ശരീരം, നമ്പർ 2 അവന്റെ ആത്മാവ്, നമ്പർ 3 അവന്റെ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ. ഈ മൂടൻ തന്റെ ജീവനോട് പറയുന്നു, നീ തിന്നുക, നീ കുടിക്കുക, നീ ആനന്ദിക്കുക. ബൈബിൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ആഹാരം നീ കൊടുക്കേണ്ടത് നിന്റെ ആത്മാവിനോ പ്രാണനോ അല്ല, ശരീരത്തിനാണ്. നിന്റെ ശരീരത്തിന് നീ ആഹാരം കൊടുക്കണം. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സഭപ്രസംഗി 10-ാം അധ്യായം 17-ാം വചനത്തിൽ നിന്റെ ആത്മാവിന് നീ കൊടുക്കേണ്ടത് 1 കൊരിന്ത്യർ 6:17 പരിശുദ്ധാത്മാവാണ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ പ്രാണൻ അഥവാ ജീവന് നീ നൽകേണ്ടത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വചനത്തിൽ ജീവന്റെ വചനം. ശരീരത്തിന് കൊടുക്കേണ്ടത് ആഹാരം, ആത്മാവിന് കൊടുക്കേണ്ടത് പരിശുദ്ധാത്മാവ്, പ്രാണന് കൊടുക്കേണ്ടത് ജീവന്റെ വചനം. ഈ മൂടൻ തന്റെ പ്രാണന് കൊടുത്തത് ആഹാരം. അതാണ് കർത്താവ് അരുളി ചെയ്യുന്നത്, ഇവൻ മൂടൻ, ഇവൻ പ്രത്യാശയില്ലാത്തവൻ. പ്രത്യാശയില്ലാത്തവന് ഉണ്ടാകുന്നത് എന്നും ദുഃഖമാണ്, എന്നും ദുഃഖമാണ്. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 24-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, സുഖിച്ച് ജീവിച്ച ധനവാൻ മരണാന്തരം എത്തിച്ചേർന്നത് യാതനാസ്ഥലം അഗ്നിയിലാണ്. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൻ അനുഭവിച്ചത് സന്തോഷമല്ല, ദുഃഖമാണ്, വേദനയാണ്. അവന്റെ വേദനയ്ക്ക് കാരണം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 27-28 വചനങ്ങളിൽ അവന്റെ വീട്ടിൽ ഇപ്പോഴും സുവിശേഷം കേൾക്കുവാൻ താല്പര്യമില്ലാത്ത, സുവിശേഷം അനുസരിക്കാത്ത 5 സഹോദരങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആമേൻ. അതിന്റെ അർത്ഥം ഇവൻ സുവിശേഷം കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരുത്തനായിരുന്നു, പ്രാർത്ഥനക്കാരനെ പരിഹസിക്കുന്നവനായിരുന്നു, സുവിശേഷത്തിന് വിനയപ്പെടാത്തവനായിരുന്നു, സുവിശേഷത്തെ പരിഹസിക്കുന്നവനായിരുന്നു. പ്രാർത്ഥനയെ പരിഹസിക്കുന്നവൻ, സുവിശേഷം അനുസരിക്കാത്തവൻ, അവന്റെ ജീവിതത്തിൽ അവനോ അവന്റെ തലമുറയോ സന്തോഷം കാണുകയേയില്ല. അവന് ഉണ്ടാകുന്നത് ദുഃഖമാണ്. പ്രത്യാശയില്ലാത്തവന് ദുഃഖം. ഹല്ലേലൂയ. അവൻ വരും നാളിൽ എന്റെ കാരം തന്റെ മാർവോടണ ചീടുമേ. അവൻ വരും നാളിൽ എന്റെ കാരം പിടിച്ചു തന്റെ മാർവോടണ ചീടുമേ.
ആ സമൂഹമതിൽ അന്ന് കർത്തനുമാർ ആർത്ത് ഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്ന് കരം ഉയരട്ടെ. ഉയർത്തിയ കരങ്ങൾ തട്ടി സന്തോഷത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി ആരാധിക്കുക. സ്വർഗം തിറക്കപ്പെടുന്നു, സ്വർഗം തിറക്കപ്പെടുന്നു. ദൈവ പൈതലേ, നിങ്ങൾക്കായി അഗ്നി വ്യാപരിക്കുന്നടാ, അഗ്നി വ്യാപരിക്കുന്നടാ. കട്ടികൾ മായുന്നു, മുളകൾ തെറിക്കുന്നടാ. യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. എന്റെ ഇടതുഭാഗത്തിൽ മൈ സിസ്റ്റർ, നിങ്ങളുടെ പേര് ജോയ് എന്നാണ്. ജോയ് സിസ്റ്റർ, നിങ്ങളുടെ പേര് മാത്രമാണ് ജോയ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ല. ആമേൻ. 2 പ്രാവശ്യം ആത്മഹത്യക്ക് ഒരുങ്ങിയ ജോയ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്തോഷം ജോയിൽ ഊറ്റപ്പെടുന്നു. ഊറ്റപ്പെടുന്നു സ്വർഗത്തിലെ സന്തോഷം. ഒരിക്കൽ മണ്ണെണ്ണ മുഖാന്തരം ആത്മഹത്യ, ഒരിക്കൽ തൂങ്ങി മരിക്കുവാൻ ആഗ്രഹിച്ച ജോയ്, നാട് വിട്ടു പോകുവാൻ പോലും ആഗ്രഹിച്ച ജോയ്, നിങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം യേശു ഇന്നോടെടുത്ത് മാറ്റുന്നു. നിങ്ങൾക്ക് പഠിത്തത്തിന് തക്കതായ ഒരു ഉപജീവന മാർഗം ഇതാ ദൈവം ഒരുക്കി കഴിഞ്ഞ്. ജോയ്, കർത്താവിന്റെ കരം ജോയെ തൊടുന്നു. ഈ ജോയെ പോലെ ജീവിത നരകം അനുഭവിച്ചിരിക്കുന്ന അനേകർ ഈ കൂട്ടായ്മയിൽ ഉണ്ട്. യേശുവിന്റെ കരം നിങ്ങളെ തൊടുന്നു. അനുഗ്രഹിക്കുന്ന കരം ഇതാ തൊടുന്നു. അനുഗ്രഹത്തിൻ കരം. ഹല്ലേലൂയ. വിവാഹ തടസ്സ മുഖാന്തരം നെടുവീർപ്പെടുന്ന അനേക സഹോദരിമാരെ കർത്താവ് തൊട്ട് ഇടാ അനുഗ്രഹിക്കുന്നു. ഭാര്യ ഭർത്താവ് തമ്മിൽ എന്നും കലശലാണ്. കുടുംബത്തിൽ സമാധാനമില്ലാതെ മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടിരിക്കുന്ന അനേക തകർന്ന കുടുംബങ്ങളെ പണിയുന്ന കർത്താവ് ഇപ്പോൾ ദിവ്യ ശക്തി വിടുതലിൻ കരം ശക്തി പ്രാപിക്കുക. ജീവിതം വിട്ട് ദുഃഖം മാറിപ്പോകട്ടെ. ആർത്തി കൊണ്ടുവന്ന ദുഃഖം, പ്രത്യാശ നഷ്ടപ്പെട്ട് ലഭിച്ച ദുഃഖം, യേശുവേ ഈ ജനത്തെ സഹായിക്കണമേ. അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു എല്ലാവരിലും. അവൻ വരും നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ ഓടണ ചീടുമേ. അവൻ വരും നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ ഓടണ ചീടുമേ. അന്ന് കർത്തനുമാ ആർത്ത് ഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്ന് കർത്തനുമാ ആർത്ത് ഘോഷിക്കും സന്തോഷത്താൽ. നന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. നന്ദമേ. ആമേൻ. ഈ പാടലറ്റ് സൃഷ്ടിക്കണവൻ എന്റെ നുള്ളത്തിൽ വന്നടിനാൾ. ഈ പാടലറ്റ് സൃഷ്ടിക്കണവൻ എന്റെ നുള്ളത്തിൽ വന്നടിനാൾ. എൻ പാവങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവേ.
என் பாவங்களே மற்றும் கழுகி. கைகள் உயரட்டு, கைகள் உயரட்டு. உயர்த்திய கரங்களை தட்டி பாடி ஆராதிക്കുക, பாடி ஆராதிക്കുക. எல்லாவரும் எல்லாவரும் ஹல்லேலூயா, 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 ஹல்லேலூயா. அபிஷேக டீ, அபிஷேக டீ നിങ്ങളിൽ 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 എല്ലാവരിലും 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 നന്ദി നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ആമേ. അഭിഷേക ടീ കൊടുങ്കാറ്റ് പോലെ, അഭിഷേക ടീ കൊടുങ്കാറ്റ് പോലെ നിങ്ങളിൽ നിങ്ങളിൽ എല്ലാവരിലും 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 നിറച്ചതിനാൽ നന്ദി. ആർത്തി മുഖാന്തിരം ദുഃഖം. മനുഷ്യനെ സ്നേഹിക്കുന്നതിന് പകരം മനുഷ്യൻ അവനവന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സമ്പത്തിനെ സ്നേഹിക്കുന്നു. അത് കൊണ്ടുവരുന്നത് ദുഃഖമാണ്. പ്രത്യാശയില്ലാത്തവന്റെ ദുഃഖം. ഉയരത്തിലെ ദൈവത്തെ മറന്ന് ലോകത്തെ ദൈവമായി തന്റെ വയറിനെ ദൈവമാക്കി ജീവിക്കുന്നവൻ ദുഃഖം അനുഭവിക്കും. മൂന്നാമത് നെഗേമിയ 2-ാം അധ്യായം 2-ാം വചനം. മനോദുഃഖം. ഹല്ലേലൂയ. മനോദുഃഖം. നെഗേമിയ എഴുതുന്നു, എനിക്ക് മനോദുഃഖം. ഐ ആം സാറോഫുൾ ഇൻ മൈ ഹാർട്ട്. എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ദുഃഖമാണ്, ദുഃഖമാണ്. മനോദുഃഖം, മനോദുഃഖം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1-ാം വചനത്തിലെ മരിച്ചുപോയ ഒരു പ്രവാചകന്റെ ഭാര്യ കർത്താവിന്റെ അഭിഷക്തൻ എലിശയെ കണ്ടപ്പോൾ ഉറക്കെ നിലവിളിച്ച്, എന്റെ ഭർത്താവ്, അങ്ങയുടെ ശിഷ്യൻ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് കടങ്കാരൻ, കടം വാങ്ങിച്ചവൻ, ഞങ്ങൾക്ക് കടം തന്നവൻ, ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എന്റെ 2 മക്കളെ കടത്തിക്കൊണ്ടു പോകുവാൻ, ജപ്തി ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഉറക്കെ നിലവിളിച്ച്. ദാരിദ്ര്യം, ദാരിദ്ര്യം, ദാരിദ്ര്യം നൽകുന്ന മനോദുഃഖം. എന്റെ ഭർത്താവ് തന്റെ ആയുസ് മുഴുവനും തന്റെ ദൈവവേലക്കാരനായിരുന്നിട്ടും അവൻ ഞങ്ങൾക്ക് ചേർത്ത് വെച്ചത് ദാരിദ്ര്യം മാത്രം, ലോൺ മാത്രം, കടംഭാരം മാത്രം. ഇന്ന് കടം തന്നവർ ഞങ്ങളുടെ മക്കളെ ജപ്തി ചെയ്ത് കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നത് മനോദുഃഖം, ദാരിദ്ര്യം നൽകിയ മനോദുഃഖം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ദാരിദ്ര്യം എന്തുകൊണ്ടുവരുന്നു? വളരെ ക്ലിയറായി ബൈബിൾ 6 കാരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും. കടംഭാരത്തോട്, ജപ്തി നോട്ടീസുമായി എന്നെ ആർ സഹായിക്കും? എന്റെ തലമുറയ്ക്ക് ഞാൻ വച്ചിട്ട് പോകുന്നത് കടമാണോ, ലോണാണോ, ദാരിദ്ര്യമാണോ എന്ന് നിലവിളിക്കുന്ന സഹോദരങ്ങളെ, ദൈവവചനം ശ്രദ്ധിച്ച് കേട്ട് ജീവിതം ക്രമപ്പെടുത്തിക്കൊള്ളുക. ദാരിദ്ര്യത്തിന്റെ കാരണം 6 കാരണങ്ങൾ ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 1-ാമത്തെ കാരണം സദൃശവാക്യം 6-ാം അധ്യായം 1-ാം വചനത്തിൽ ജാമ്യം നിൽക്കുന്നു. ചില മനുഷ്യർ ജാമ്യം നിൽക്കുന്നു. Who authorized you to be a surety to an uncertain man? ഇന്ന് ഇരുന്ന് നാളെ ചെത്തുപോകുന്ന നിശ്ചയമില്ലാത്ത ഒരു മനുഷ്യന്, സഹോദര സഹോദരി, നിന്നെ ജാമ്യം നിൽക്കുവാൻ അധികാരപ്പെടുത്തിയത് ആർ എന്ന് ദൈവം ചോദിക്കുന്നു. ജാമ്യം നിൽക്കുന്നു. ഇന്ന് രാത്രി മരിക്കുന്ന മനുഷ്യന്റെ ജാമ്യം നീ നിൽക്കുവാൻ നിനക്ക് അധികാരം തന്നത് ആർ? അത് നിന്റെ ദാരിദ്ര്യത്തിന് കാരണം. സദൃശവാക്യം 6:1. 2-ാമത്തെ കാരണം സദൃശവാക്യം 6-ാം അധ്യായം 10-ാം വചനത്തിൽ സദൃശവാക്യം 24:30 മുതൽ 34-ാം വചനം വരെയിലും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മടിയൻ, ലേസിനെസ്. ഇരുന്ന ഇടത്തിൽ നിന്ന് അവൻ എഴുന്നേൽക്കണമെങ്കിൽ അവന് 24 മണിക്കൂർ വേണം. 24 മണിക്കൂർ വേണം ഒന്ന് എഴുന്നേൽക്കുവാൻ.
20 വയസ്സുള്ള ചെറുപ്പക്കാരനെ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ 90 വയസ്സുള്ള അപ്പൂപ്പനെ പോലെ ഇടുപ്പിൽ കൈകൊടുത്ത് എഴുന്നേൽക്കാം. മടിയൻ മടിയൻ മടിയന് ദൈവം തരുന്ന സന്മാനം ദാരിദ്ര്യം. നീ കഠിനമായി അധ്വാനിച്ചാൽ SSLC ഡിസ്റ്റിങ്ഷൻ കർത്താവ് നിനക്ക് തരും. നീ കഠിനമായി അധ്വാനിച്ചാൽ കർത്താവിന്റെ കാരുണ്യം നിനക്ക് ഉണ്ടാകും. മടി മടി നിനക്ക് തരുന്നത് ദാരിദ്ര്യമാണ്. ജാമ്യം നിന്നാൽ നിനക്ക് കിട്ടുന്നത് ദാരിദ്ര്യമാണ്. ഷഡിസവാക്യം 11:24 പിശുക്ക്, ദൈവവേലയ്ക്ക് പിശുക്ക്, മറ്റെല്ലാ കാര്യത്തിലും ധാരാളം. ദൈവവേലയ്ക്ക് നീ പിശുക്ക് കാണിച്ചാൽ നിന്റെ തലമുറയ്ക്ക് നീ ചേർത്ത് വയ്ക്കുന്നത് ദാരിദ്ര്യം. ഷഡിസവാക്യം 21:17 ഉല്ലാസപ്രിയൻ 6,000 രൂപ നിനക്ക് ശമ്പളം ഉണ്ടായാൽ 60,000 ശമ്പളം ഉള്ളവന്റെ സ്റ്റാറ്റസിൽ നീ ജീവിക്കരുത്. നിനക്ക് മിച്ചമുള്ളത് ദാരിദ്ര്യമായിരിക്കും. ആമേൻ. 6,000 ശമ്പളം ഉള്ളവൻ 5,000-ൽ ജീവിച്ച് 1,000 നീ ചേർത്ത് വയ്ക്കുവാൻ പഴക്കപ്പെടണം. സ്തോത്രം. 6,000 വരുമാനമുള്ളവൻ 60,000 വരുമാനമുള്ളവനെ നോക്കരുത്. 60,000 വരുമാനമുള്ളവൻ 6 ലക്ഷം വരുമാനമുള്ളവനെ നോക്കരുത്. നീ നിനക്ക് കയ്യിൽ വരുന്ന വരുമാനത്തിന് തക്ക രീതിയിൽ ചെലവ് ചുരുക്കി മിച്ചമെടുക്കുവാൻ പഠിച്ചാൽ ദാരിദ്ര്യം മാറിപ്പോകും. ഉല്ലാസപ്രിയൻ, മടി, ജാമ്യം. 4 ഷഡിസവാക്യം 23:21 കുടിയൻ, അടിഭക്ഷണം, നിത്രാലു, ഇവൻ ദരിദ്രനായിത്തീരും. വേദപുസ്തകം ഒരു കാരണം കൂടെ രേഖപ്പെടുത്തുന്ന ഷഡിസഭയ്ക്ക് 28-19 ദുഷിച്ച കൂട്ടുകെട്ട് നിന്നെ ദാരിദ്ര്യത്തിലേക്ക് തള്ളും. ഇങ്ങനെ 6 കാരണങ്ങൾ. പക്ഷെ പ്രിയമുള്ളവരെ, എലിശയെ കണ്ടവുടൻ ഈ വിധവ സ്ത്രീ നിലവിളിക്കുന്നു, എന്റെ മക്കള് കടം തന്നവൻ കടത്തിക്കൊണ്ടു പോകുവാൻ വന്നിരിക്കുന്നു. ഇവൾക്ക് വന്ന കടം ഭർത്താവ് മടിയനായത് കൊണ്ടല്ല, ഭർത്താവ് കള്ളു കുടിച്ചത് കൊണ്ടല്ല, ഭർത്താവ് വചനം ലംഘിച്ചത് കൊണ്ടല്ല. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവഭക്തനായി ജീവിക്കുമ്പോഴും ചില സന്ദർഭങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും. ദൈവഭക്തന്മാരുടെ ജീവിതത്തിലും കഷ്ടതയും ദുഃഖമും അവരെ കടൻ ആക്രമിച്ചതായി ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മോശെ സംഖ്യ പുസ്തകം 12-3 ഏറ്റവും സൗമ്യൻ, ഇസ്രായേൽ ഗ്രഹത്തിൽ ഏറ്റവും സൗമ്യൻ. സംഖ്യ പുസ്തകം 12:7 അവൻ ദൈവത്തിന്റെ വിശ്വസ്തൻ. പുറപ്പാട് പുസ്തകം 33:11 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹിതൻ. പുറപ്പാട് പുസ്തകം 33:8-9 ദൈവത്തിന്റെ മാനം പ്രാപിച്ച ആൾ. അപ്പോസ്തല പ്രവൃത്തികൾ 7:22 വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായ മോശെ. സംഖ്യ പുസ്തകം 11 14-15 മരുഭൂമിയിൽ കിടന്ന് നിലവിളിക്കുന്നു, എന്റെ മേൽ വന്ന ദുഃഖം അതിഭാരമാകുന്നു, എന്റെ മേൽ വന്നിരിക്കുന്ന ഭാരം അത് കഠിനമാകുന്നു. ദയ വിചാരിച്ച് ദൈവമേ എന്നെ കൊന്നു കളയണമേ. ദുഃഖം, അവരെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ ദുഃഖം. ദാവീദ് നിലവിളിക്കുന്നു. ഇതേപോലുള്ള ഭാരം എലിജയുടെ തലമേൽ വന്ന് 1 രാജാക്കന്മാർ 19-4 സൂരച്ചെടിയുടെ താഴെ കിടന്ന് എലിജ നിലവിളിക്കുന്നു, എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഭാരം, എന്നെ കൊന്നു കളയണമേ. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ദൈവഭക്തൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷമിട്ട് അകലുന്നവൻ സാക്ഷീകരിക്കപ്പെട്ട യോബ് പോലും നിലവിളിക്കുന്ന യോബുവിൻ പുസ്തകം 10-1 എന്റെ ജീവൻ എനിക്ക് വെറുപ്പാകുന്നു. I loathe even my life. Job says even my life. എന്റെ ജീവൻ പോലും എനിക്ക് വെറുപ്പാകുന്നു.
കുടുംബ ജീവിതം വേണ്ടാമെന്ന് വെച്ച് സമൂഹത്തിന്റെ നന്മയ്ക്കായി, സഭയുടെ നന്മയ്ക്കായി സാക്ഷിയായി നിന്ന ജെറോമിയ നിലവിളിക്കുന്ന ജെറോമിയ 15-10 എന്റെ അമ്മേ, സർവദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനും ആയിരുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. എന്റെ അമ്മേ, സർവരാജ്യത്തിനും കലഹക്കാരനായി മാറിത്തീർന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. എനിക്ക് ദുഃഖം. ഈ സമൂഹത്തിന് ഞാൻ നന്മ ചെയ്തിട്ടും എനിക്ക് ലഭിച്ചത് തിന്മയാണ്. നീ എന്തിന് എന്നെ പ്രസവിച്ച്? ദുഃഖം, ദാരിദ്ര്യം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1-ാം വചനത്തിൽ നീതിമാൻ തന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വന്നിട്ടും, പ്രിയമുള്ളവരെ, അവൻ ദൈവവേലക്കാരനെ വിശ്വസ്തയോട് ജീവിച്ച് അവൻ ദാരിദ്ര്യം തന്റെ കുടുംബത്തിന് വച്ചിട്ട് പോയിട്ടും ഈ സ്ത്രീ മറ്റൊരു ദൈവത്തെ അന്വേഷിച്ച് പോയതേയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് മതി. ദാരിദ്ര്യം മുഖാന്തരം ദുഃഖം കൊണ്ട് നിലവിളിച്ച് ഈ ദാരിദ്ര്യത്തെ എടുത്തു മാറ്റുവാൻ എന്റെ ദൈവത്താൽ കഴിയും. ആ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. കർത്താവ് സമൃദ്ധി കൊണ്ട് നിറച്ചു, ദുഃഖം നിറഞ്ഞു നിന്ന് അവളുടെ ഭവനത്തിൽ ആനന്ദം കൊണ്ട് നിറഞ്ഞ്. ഇന്ന് എന്റെ ദൈവം നിങ്ങൾ അനേകരുടെ ദാരിദ്ര്യത്തെ അഴിച്ചു മാറ്റുന്ന ദിവസം. പക്ഷെ കേട്ട വചനത്തിന് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തുക. ആവശ്യമില്ലാതെ ജാമ്യം കൊടുത്തുവോ? മടിയനാണോ? 2 കൈയും 2 കാലും ഇരുക്ക വിട്ട് അധ്വാനിക്കാതെ ജീവിക്കുന്നുവോ? മടിയനാണോ? നിദ്രവാലോ ആണോ? ഉല്ലാസപ്രിയനാണോ? ദുഷിച്ച കൂട്ടുകെട്ട് ഉള്ളവനാണോ? നിന്റെ തലമുറയ്ക്ക് നീ മാറ്റിവെക്കുന്നത് ഇതായിരുന്നു എങ്കിൽ ദാരിദ്ര്യമാണ് മിച്ചം. നിന്റെ തലമുറയ്ക്ക് നീ മാറ്റിവെക്കേണ്ടത് ദൈവഭക്തി മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മകൻ അഭിഷേക് സുന്ദർ സിംഗ് ജനിച്ചത് വൈകുന്നേരം 6:38. രാത്രി തുടങ്ങുമ്പോൾ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇയാൾ വെളിയിൽ വന്നു. അപ്പൊ ഇവന് രാത്രിയാണ് പകൽ. വയറിന്റെ ഇരുട്ട് വിട്ട് വൈകുന്നേരം വെളിയിൽ വന്നപ്പോൾ ഇവിടെയൊക്കെ വെളിച്ചം. അവൻ ചിന്തിക്കുന്നത് രാത്രി നമുക്ക് തുടങ്ങുമ്പോൾ അവനത് പകൽ. ഇന്ന് ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ട്, അവിടെയും കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തുമ്പോൾ അവന് പകലാണ്. രാത്രി അവന് പകലും എനിക്ക് രാത്രി. ഞാൻ അവനോട് സംസാരിച്ച് കിടക്കും. സംസാരിക്കാൻ ഒന്നേ ഉള്ളൂ എനിക്ക്, യേശു ഒരുവരേ ദൈവം. സങ്കീർത്തനം 86 പറഞ്ഞു കിടക്കും. അങ്ങനെ രാത്രി അവന് പകലും. രാവിലെ വെളുക്കുമ്പോൾ അവന് രാത്രി തുടങ്ങും, എനിക്ക് പകലും. ഏതായാലും സമയം പോകുന്നുണ്ട്. നമ്മുടെ ദൈവം വലിയവൻ. ഇത്ര നൽകിടയൻ ഉത്തമ സ്നേഹിടൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. ഇത്ര നൽകിടയൻ ഉത്തമ സ്നേഹിടൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും
ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക ക്രിസ്തീയ ജീവിതം. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. വിടുതലിൻ തീ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിക്കുന്നു. കടം ഭാരത്തിലെ ഞെരുക്കം അനുഭവിക്കുന്ന ദൈവമക്കൾ മുട്ടിന്മേൽ നിന്ന് നിലവിളിക്കുക. കർത്താവിന്റെ അത്ഭുത കരമിട നിങ്ങളിൽ വ്യാപരിക്കുന്നു. കൊടുങ്കാറ്റുപോലെ കടം ഭാരത്തില് ജപ്തി നോട്ടീസ് വന്ന് അടുത്ത നാൾ എവിടെ എന്റെ മക്കൾക്ക് ഞാൻ ചെറുക്കുട്ടി വച്ചിരിക്കുന്നത് ദാരിദ്ര്യമാണോ എന്ന് നിലവിളിക്കുന്ന എന്റെ സഹോദരങ്ങൾ മുട്ടിന്മേൽ നിന്ന് കരയുക. ഞാൻ നിങ്ങൾക്കായി കരയുവാൻ പോകുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം മകളെ മകനെ നിന്നോട് മനസ്സലിയുന്ന ദിവസമാണ്. നിന്റെ കടമ്പാര കുറുക്കുകളെ അഴിച്ചു മാറ്റുന്ന ദിവസമാണ്. യേശു കർത്താവേ, ഈ സഹോദരങ്ങളോട് മനസ്സലിയണമേ. ഇവിടെ ദാരിദ്ര്യം മാറട്ടെ, ഇവിടെ ദാരിദ്ര്യം മാറട്ടെ. യേശുവിൻ നാമത്തില് ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തില് ഇവിടെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവിടെ ദാരിദ്ര്യം മാറട്ടെ, സമൃദ്ധി വ്യാപരിക്കട്ടെ. ഇവിടെ കുടുംബ ജീവിതത്തിൽ, ഇവിടെ തലമുറയുടെ ജീവിതത്തിൽ യേശപ്പാ കനിയണമേ, യേശപ്പാ കനിയണമേ, സ്വർഗമേ കനിയണമേ. അഗ്നി വ്യാപരിക്കുന്നു. റഗ്ഗാലദ നന്ദന ലദബ റഗ്ഗാലദ നന്ദനദബ. കൃപ കൃപ കൃപ, ദൈവ കൃപ ദൈവ കൃപ. എല്ലാരിലും എല്ലാരിലും അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ. ഹല്ലേലൂയ. അവൻ വന്നിട്ടുണ്ട്. രാജാതി രാജാ, രാജാതി രാജാ. നിന്റെ ദാരിദ്ര്യ കെട്ടുകളെ അഴിച്ചു മാറ്റി സമൃദ്ധിയാൽ നിറയ്ക്കുവാൻ, സമൃദ്ധിയാൽ നിറയ്ക്കുവാൻ. റഗ്ഗാലദണ്ഡനദബ. മറ്റുള്ളവർ കരമുയർത്തി കരങ്ങളെ തട്ടി ആത്മാവിൽ നിറഞ്ഞ് ആറാടിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരം നിങ്ങളിൽ, യേശുവിന്റെ അനുഗ്രഹത്തിന്റെ കരം നിങ്ങളിൽ. ദാരിദ്ര്യം മാറിപ്പോകട്ടെ, കടംഭാരം മാറിപ്പോകട്ടെ. ഇവിടെ ജീവിതത്തിൽ സമൃദ്ധി വ്യാപരിക്കട്ടെ. ഇവിടെ തലമുറ നന്മ കാണട്ടെ. യേശുവിൻ നാമത്തില് ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അഗ്നി വ്യാപരിക്കുന്നതാ, അഗ്നി വ്യാപരിക്കുന്നതാ, അഗ്നി വ്യാപരിക്കുന്നതാ. അഭിഷേക തീ വ്യാപരിക്കുന്നതാ നിങ്ങളിൽ, 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 നിങ്ങളിൽ. ഗോഡ്സ് ബ്ലെസ്സിംഗ് ഹാൻഡ്, ഗോഡ്സ് ബ്ലെസ്സിംഗ് ഹാൻഡ്, ഗോഡ്സ് ബ്ലെസ്സിംഗ് ഹാൻഡ്. ക്രിസ്തുവിന്റെ അനുഗ്രഹ കരം, അനുഗ്രഹ കരം നിങ്ങളിൽ, നിങ്ങളിൽ, നിങ്ങളിൽ. നന്ദി 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 നന്ദി. കാകള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാ, കഷ്ടങ്ങൾ കേട്ടയെന്ന് പ്രിയനെ കാണാറാ. കാകള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാ, കഷ്ടങ്ങൾ കേട്ടയെന്ന് പ്രിയനെ കാണാറാ. എന്നോ നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നോ നീ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അടുത്ത് നെഗേമിയ 2-ാം അധ്യായം 2-ാം വചനത്തിൽ ദീനം കൊണ്ടുള്ള ദുഃഖം. ഹല്ലേലൂയ. ആർത്തി കൊണ്ടുള്ള ദുഃഖം, പ്രത്യാശയില്ലാത്തവന്റെ ദുഃഖം. അടുത്ത് നാം ധ്യാനിച്ചത് മനോദുഃഖം. മനോദുഃഖത്തിൽ ദാരിദ്ര്യ നിമിത്തം ദുഃഖം, മനോദുഃഖം, മനോദുഃഖത്തിൽ ദീനം കൊണ്ടുള്ള ദുഃഖം. ആമേൻ. യോബുവിൻ പുസ്തകം 2-ാം അധ്യായം 11, 12, 13 വചനങ്ങളിൽ
ദൈവഭക്തൻ യോബുവിന് ദീനം പിടിച്ച് ഉച്ചം തല മുതൽ ഉള്ളം കാലുവരെയും വല്ലാത്ത പരുക്കളാൽ ഓട്ടിന്റെ കഷ്ണമെടുത്ത് അവൻ ചുരണ്ടി നിലവിളിച്ച്. ഇത് അവന്റെ സ്നേഹിതന്മാർ അറിഞ്ഞ്, സ്നേഹിതന്മാർ തമ്മിൽ പറഞ്ഞ്, we will go and comfort our friend. അവന്റെ അടുക്കൽ പോയി അവൻ നമുക്ക് ആശ്വസിപ്പിച്ചിട്ട് മടങ്ങി വരാം. യോബിന്റെ വീട്ടിന്റെ അടുക്കൽ എത്തിയപ്പോൾ ദൂരത്തിൽ നിന്ന് യോബുവിനെ കണ്ട്, ഇത് യോബുവാണോ? ഇത് നമ്മുടെ പഴയ യോബുവാണോ? തിരിച്ചറിഞ്ഞില്ല. രോഗം അന്ന് പഴുത്ത് പൊഴുത്ത് പണ്ട് വെണ്ണ കൊണ്ട് കഴുകിയ തന്റെ ശരീരം ഇന്ന് നാറി തെരുവിൽ ഇരുന്ന് അവൻ നിലവിളിക്കാൻ തുടങ്ങി. സ്നേഹിതന്മാർക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാതെ ദൂരത്തിൽ നിന്ന് പിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ അവർ ഫോർവേഡ് അടിച്ചില്ല. അവിടെ ഇരുന്ന് 7 രാത്രിയും 7 പകലും അവിടെ ഇരുന്ന് സ്നേഹിതന്മാർ ദുഃഖിച്ച് നിലവിളിച്ച്, ഞങ്ങളുടെ സ്നേഹിതൻ യോബുവിനാണോ ഇത് സംഭവിച്ചത്? ദീനം കൊണ്ടുവരുന്ന ദുഃഖം. പ്രിയമുള്ളവരെ, യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 38 ആണ്ടുകാലം രോഗം പിടിച്ച് ബെഥസ്ദ കുളത്തിന്റെ കരയിൽ കിടന്നവൻ ദീനത്തെക്കാട്ടിലും കഠിനം അവൻ അനുഭവിച്ചത് യേശുവോട് അവൻ പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് ഈ കുളത്തിനെ കലക്കുമ്പോൾ ആദ്യം ചാടുന്നവന് സൗഖ്യം കിട്ടും. ഈ 38 ആണ്ടുകൾ 24 മണിക്കൂറും ഞാൻ കാത്ത് കാത്ത് കിടക്കും. I must be jumped into the pond as a first man and be healed. ദൂതൻ വന്ന് ഇറക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ചാടി സൗഖ്യം പ്രാപിപ്പാൻ ആഗ്രഹിക്കും. ഞാൻ ചാടും മുമ്പ് വേറൊരുത്തൻ അവിടെ ചാടും. എനിക്ക് കിട്ടിയത് നിരാശ. Thus I passed 38 full years. ഇപ്രകാരം 38 ആണ്ടുകൾ കഴിഞ്ഞു പോയി. എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കുവാൻ എനിക്ക് ആരുമില്ല. ദീനം കൊണ്ടുള്ള ദുഃഖം, ദീനം കൊണ്ടുവരുന്ന ദുഃഖം, അത് ദീനമുള്ളവനെ മനസ്സിലാവുകയുള്ളൂ. ക്യാൻസർ കൊണ്ടുള്ള ദുഃഖം അത് ക്യാൻസർ രോഗിക്ക് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. ഐസയ 38-ാം അധ്യായം ആദ്യ വരികളിൽ ദൈവഭക്തനും എസെക്കിയ രാജാവിന് ദീനം പിടിച്ചപ്പോൾ ഐസയ പ്രവാചകൻ മുഖാന്തരം സ്വർഗത്തിലെ ദൈവം ആ വാർത്ത അരുളി ചെയ്യുന്നു, യു വിൽ ഡൈ, യു വിൽ നോട്ട് കം ബാക്ക്. ഈ ദീനം കൊണ്ട് നീ മരിക്കുമെന്ന് പറയുക. ഇത് കേട്ട ഉടൻ അവൻ അടികൊണ്ടത് അവന്റെ തലയ്ക്കല്ല, അവന്റെ ഹൃദയത്തിനായിരുന്നു. ഇത് മുഖാന്തരം നീ മരിക്കും. He turned aside his face from prophet. പ്രവാചകനെ നോക്കിയിരുന്ന അവന്റെ മുഖം എസെക്കിയ രാജാവും ചുവരി നോക്കി തിരിച്ച്, എനിക്കാരെയും കാണേണ്ട, എനിക്കാരെയും കാണേണ്ട, ദുഃഖം, ഒരു മനുഷ്യനെയും എനിക്ക് കാണേണ്ട. അവൻ ആ മുഖം മറച്ചു കളഞ്ഞ് ദൈവമേ എന്ന് നിലവിളിച്ച്, until now I am faithful to you. ഈ നാളിക വരെയിലും ദൈവമേ ഞാൻ അങ്ങയ്ക്ക് വിശ്വസ്തൻ, ഏകാഗ്ര ഹൃദയത്തോട് ഞാൻ നടന്നു എന്നും ഓർക്കണമേ. എന്തുകൊണ്ട് ഈ ദുഃഖം? ക്യാൻസർ, ക്യാൻസർ. എസെക്കിയ രാജാവിന് ക്യാൻസർ. അവന്റെ ദുഃഖം കണ്ടപ്പോൾ എന്റെ ദൈവം തന്റെ മനസ്സ് മാറ്റി, മനസ്സ് മാറ്റി. എന്റെ ദൈവം മനസ്സലിഞ്ഞ്, നിന്നെ ഞാൻ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ ആലയത്തിൽ പോകും. 15 ആണ്ടുകൾ കൂടെ എൻ്റെ ആയുസോട് ഞാൻ കൂട്ടിച്ചേർക്കും. ദീനം കൊണ്ടുള്ള ദുഃഖം, ദീനം കൊണ്ടുള്ള ദുഃഖം. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 43-ാം വചനത്തിൽ തന്റെ സമ്പാദ്യമൊക്കെയും സകല വൈദ്യന്മാർക്കും കൊടുത്തിട്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റം തൊട്ട ആ സ്ത്രീയുടെ ദുഃഖം ആർക്ക് വർണ്ണിക്കുവാൻ കഴിയും? ദീനം കൊണ്ടുള്ള ദുഃഖം. പ്രിയമുള്ളവരെ, ഏത് ദീനത്തെയും സൗഖ്യമാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ചെന്നൈ പട്ടണത്തിൽ അണ്ണാനഗർ നാടാർ സ്റ്റേഡിയത്തിൽ 10,000ങ്ങളുടെ മുമ്പിൽ കർത്താവിന്റെ സുവിശേഷം നിന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയില്ല. രോഗികൾക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയില്ല. പ്രസംഗത്തിൻ മധ്യേ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ എന്ത് വ്യാധിயாக വന്നിരുന്നാലും, അത് புற்றுநோயாக இருந்தாலும், அது கேன்சராக இருந்தாலும் என் தேவனால் குணமாக்க முடியும், முடியும். எந்த தெய்வத்தால் நின்ற கேன்சரை சபிக்கமாக்குவான் കഴിയും.
എന്ന് പറഞ്ഞതേ ഉള്ളു. ഇടുക്കി ജില്ലാക്കാരിയും ചെന്നൈയിലെ നേഴ്സുമായ വത്സല തങ്കച്ചൻ 16 ആണ്ടുകൾക്ക് മുമ്പ് ലിവർ ക്യാൻസറുമായി ഭർത്താവ് നഷ്ടപ്പെട്ട് 10 ആണ്ടുകൾക്ക് മുമ്പ് തന്റെ യൂട്രസിൽ ക്യാൻസർ പിടിച്ച് യൂട്രസ് എടുത്തു മാറ്റി, ഒരു മാറിടം എടുത്തു മാറ്റി, മറ്റേ മാറിടത്തിൽ പുഴുപിടിച്ച് അസ്ഥി ക്ഷയിച്ച് നരകവേദനയോട് വന്നിരുന്നവൾ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ സാക്ഷി പറയുന്ന സ്വർന്ന് മിന്നലടിച്ച് എന്റെ ശരീരത്ത്. ഞാൻ സൗഖ്യമാക്കപ്പെട്ട് യേശു എന്നെ സൗഖ്യമാക്കി. മനോദുഃഖം, ദാരിദ്ര്യ മുഖാന്തരം മനോദുഃഖം, രോഗമുഖാന്തരം മനോദുഃഖം. യേശു കർത്താവിന്റെ അത്ഭുത കരം ഈ കൂട്ടായ്മയിൽ ഇറങ്ങുന്ന വൈദ്യശാസ്ത്രം നോ പറഞ്ഞ വ്യക്തികളെ കർത്താവ് തൊട്ടിതാ സൗഖ്യമാക്കുന്നു. ഓപ്പറേഷന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന 6 വ്യക്തികളെ കർത്താവ് തൊട്ടു. ഓപ്പറേഷൻ കൂടാതെ ഇപ്പോൾ ഓപ്പറേഷൻ നടത്തി സൗഖ്യം നൽകിയിരിക്കുന്നു. വാൽവ് ഓപ്പറേഷൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു യുവാവിനെ കർത്താവ് തൊടുന്നത് ഞാൻ കാണുന്നു. ഒരു പിടി കുളിയ കഴിക്കുന്ന ഒരു പിതാവ് കസേരയിൽ മധ്യഭാഗത്തിൽ ഇരിക്കുന്നു. യേശു നിങ്ങൾക്ക് പുട്ടംപുട്ട് ഹൃദയം ഇപ്പോൾ സ്ഥാപിക്കുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ വ്യാപരിക്കുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ വ്യാപരിക്കുന്നു. ഇപ്പോൾ 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 ദാരിദ്ര്യം കൊണ്ട് മനോദുഃഖം, ദീനം കൊണ്ട് മനോദുഃഖം. 4 1 സാമുവേൽ 1:15 ഹന്ന എൽക്കാന ഭർത്താവ്, എ നൈസ് ഹസ്ബൻഡ്, എ സ്വീറ്റ് ഹസ്ബൻഡ്. അവളുടെ പ്രതിയോഗി ഇവളെ പരിഹസിച്ച് നീ മലടിയാണ്. ഇത് കേട്ടപ്പോൾ അവളുടെ ഹൃദയം തകർന്ന്. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഇവൾ രാത്രി കരഞ്ഞ്, പകൽ കരഞ്ഞ്, ഇവൾ കരഞ്ഞ് പട്ടിണി കിടന്ന്. ഇവൾക്ക് ആഹാരം വേണ്ട, ഇവൾ കരഞ്ഞ് പട്ടിണി കിടന്ന്. Her beloved husband came out and comforted her. I may not like 10 children for you. മകളെ നീ കരയേണ്ട, നിനക്ക് ഞാൻ 10 കുഞ്ഞുങ്ങൾക്ക് സമം, 10 മക്കൾക്ക് സമം. നീ എന്തിന് കരയുന്നത്? നോ, ആ വാക്ക് ഇവൾക്ക് സഭയ്ക്ക് നൽകിയില്ല, സമാധാനം നൽകിയില്ല. ഇവൾ കരഞ്ഞ് പട്ടിണി കിടന്ന്, വീട്ടിൽ കരഞ്ഞ് പട്ടിണി കിടന്നവൾ ഇതുകൊണ്ട് പ്രയോജനമില്ല. അവൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നുപോയി. വാ തുറന്ന് പ്രാർത്ഥിക്കാനുള്ള ശക്തി അവൾക്ക് നഷ്ടപ്പെട്ട് അവൾ തന്റെ ആദരം കൊണ്ട് പ്രാർത്ഥിച്ചു. Her lips just began to move. That's all. അവളുടെ വാ തുറക്കാൻ അവൾക്ക് ബലമില്ല. അവളുടെ ആദരം പിറുപിറുക്കാൻ തുടങ്ങി. അവളുടെ ആദരം കൊണ്ട് അവൾ പ്രാർത്ഥിച്ചു. നോക്കി നിന്ന് ഏലി പുരോഹിതൻ പറയും, ഇവൾ മദ്യപിച്ചിരിക്കുന്നു. She is drunken. ഇവളുടെ ഹൃദയം തകർന്ന് പറയും, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മദ്യപിച്ചിട്ടല്ല വന്നിരിക്കുന്നത്. ഞാൻ മനോവിസനമുള്ള സ്ത്രീ. എന്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നത് ദുഃഖം, മനോവിസനമുള്ള സ്ത്രീ. മകളെ, നീ ഇനി ദുഃഖിക്കേണ്ട. നിന്റെ അപേക്ഷ സ്വർഗത്തിലെ ദൈവം കേട്ടിരിക്കുന്ന ആ സെക്കൻഡിൽ അവളുടെ ഗർഭത്തെ എന്റെ ദൈവം തൊട്ട്. എന്റെ ദൈവം സങ്കല്പത്തിന്റെ ദൈവമല്ല. മൈ ഗോഡ് ഈസ് ദ റിയൽ ഗോഡ്. മൈ ഗോഡ് ഈസ് ദ ഒറിജിനൽ ഗോഡ്. തൊട്ട് പ്രവാചകൻ, ലോകമറിയപ്പെടുന്ന പ്രവാചകൻ സാമുവേലിനെ അവൾ എടുത്ത് അണച്ച് പാൽ കൊടുത്ത് ഉമ്മ വെച്ച് വസ്ത്രം ഇട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ ശൂനേം കാലത്ത് ധനികയായ സ്ത്രീ എലീശാ പ്രവാചകൻ പോകുന്നത് കണ്ട് ദൈവത്തിന്റെ വേലക്കാരനെ വീട്ടിൽ വരുത്തി ആഹാരം കൊടുത്ത് വിശ്രമിക്കുവാൻ സ്ഥലമൊരുക്കി കൊടുത്തപ്പോൾ കർത്താവിന്റെ അഭിഷേകൻ അവളോട് ചോദിക്കും, വാട്ട് ലാക്കത്ത് ഇൻ യു? നീ ഇതൊക്കെ എനിക്ക് ചെയ്തു തരുന്നല്ലോ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഷുഡ് ഐ റെക്കമെൻഡ് യുവർ കേസ് ടു കിങ്? രാജാവിനോട് നിന്നെ കുറിച്ച് പറയണമോ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഹൃദയം തുറന്ന് പൊട്ടിക്കറിയുവാൻ തുടങ്ങി. അയ്യോ, ഞാൻ മക്കളില്ലാത്തവൻ,
நான் மக்கள் இல்லாதவள். I am a woman of sorrowful heart. நான் மக்கள் இல்லாதவள். കർത്താവിന്റെ അഭിഷേക തീയിൽ നിറഞ്ഞ് എലീശ പറയും, by this time next year you will embrace a son. അടുത്ത വർഷം ഈ സമയത്ത് ഒരു മകനെ നീ അണച്ചുകൊള്ളും. അവളുടെ ദുഃഖം തീർന്നുപോയി. ഈ കൂട്ടായ്മ അനേകരുടെ ദുഃഖത്തെ മാറ്റുന്ന കൂട്ടായ്മയാണ് ഇന്ന്. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ദുഷ്ടപിശാച് പാരമ്പര്യ കെട്ടുകൾ അടച്ചു വച്ചിരിക്കുന്ന ഗർഭങ്ങള് കർത്താവിട തുറക്കുന്നു. നിങ്ങളുടെ ദുഃഖം മാറിപ്പോകുന്നു, നിങ്ങളുടെ ദുഃഖമിട മാറിപ്പോകുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി നിലവിളിക്കുന്ന അനേക സഹോദരി സഹോദരന്മാര് കർത്താവിട തൊടുന്നു തൊടുന്നു തൊടുന്നു. ദുഃഖം മാറിപ്പോകുന്നു, ദുഃഖം മാറിപ്പോകുന്നു. നിങ്ങളുടെ ദുഃഖമിട മാറിപ്പോകുന്നു യേശുവിൻ നാമത്തില്. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം 2 വചനത്തിൽ ഏകദേശം 100 വയസ്സിനോട് അടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹിതൻ ആബ്രഹാം തന്റെ ഹൃദയത്തിൽ അടിച്ച് അമർത്തി വെച്ചിരുന്ന ഒരു കാര്യം ഡയറക്റ്റായി ചോദിച്ചു, നീ എനിക്ക് എന്ത് തരും? അപ്പാ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നു, നീ എനിക്ക് എന്ത് തരും? ദൈവത്തിന്റെ മറുപടി ഉൽപ്പത്തി പുസ്തകം 13:14 രേഖപ്പെടുത്തുന്നു, ആബ്രഹാം നിന്റെ തല പൊക്കി നോക്കുക. അതിന്റെ അർത്ഥം മക്കളില്ലാത്ത ആബ്രഹാം ഈ നാളിക വരെ തല ഉയർത്തിയിട്ടേയില്ല. ദുഃഖം, 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 ദുഃഖം. തല താഴ്ത്തിയിട്ട് ജീവിച്ചവൻ. ദുഃഖം, മക്കളില്ലായ്മ ദുഃഖമാണ്. ആബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കടന്നു വന്ന് നിന്റെ ദുഃഖം ഇന്നോടും മതിയാക്ക്, തല ഉയർത്തുക. കഴിഞ്ഞ 20 ആണ്ടുകളായി എന്റെ വീട്ടിന്റെ മുമ്പിൽ ഞാനൊരു സ്റ്റാർ കെട്ടിയിട്ടില്ല. ദുഃഖം. ഒരു കല്യാണ വീട്ടിൽ ഞാൻ പോയി സാപ്പിട്ടിട്ടില്ല, 1 or 2 അല്ലാതെ. കല്യാണ ഇൻവിറ്റേഷൻ കിട്ടുമ്പോൾ അതവിടെ ഒതുക്കി വയ്ക്കും. എന്റെ വീട് വാർണിഷ് അടിച്ച് 20 ആണ്ടുകൾ കഴിഞ്ഞ്. ദുഃഖം, ദുഃഖം. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യോബ് 36:6 ദുഃഖിതന്മാർക്ക് ന്യായം നടത്തി കൊടുക്കുന്ന ദൈവം നമ്മുടെ ദൈവം. അങ്ങനെ എന്റെ ദൈവം എനിക്ക് 2008 ന്യായം നടത്തി. ഒരു ന്യായം. എനിക്കൊരു മകളെ ദൈവം തന്ന്, അഭിഷേക. 2009 ജനുവരി 18 അവൾ ജനിച്ച്. ശോധനയുടെ ഉച്ചഘട്ടം. 4 നാൾ അവൾ എന്റെ മടിയിലിരുന്ന്. 21 അവളെ ദൈവം ചോദിച്ചു, അവളെ എനിക്ക് വേണം. എനിക്ക് നോ പറയുവാൻ കഴിഞ്ഞില്ല. ഞാൻ കർത്താവിന്റെ കരത്തിൽ കൊടുത്ത്. ദുഃഖം. എന്റെ തല പൊട്ടുന്നത് പോൽ, എന്റെ ഹൃദയം തകർന്നത് പോൽ. 2009 ജനുവരി 21 അവളുടെ ശരീരത്തെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട്, അതേ നാൾ ഇവിടുത്തെ കൂട്ടായ്മയിൽ ഞാൻ നിന്നപ്പോൾ നിങ്ങൾ 2000 പേർ ഇവിടെ ഇരുന്ന് എന്നോട് ചോദിച്ച്, സുന്ദർ സിംഗ്, ഇതാണോ നിനക്ക്? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ ഗതിയാണോ നിനക്ക്? അടുത്ത നാൾ കാഞ്ഞിരംകുളം സ്റ്റേഡിയത്തിൽ 10,000ങ്ങളുടെ മുമ്പിൽ ഞാൻ പോയി നിന്ന് പ്രസംഗിച്ച്, ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, ഈ ഗതിയാണോ സുന്ദർ സിംഗ് നിനക്ക്? എല്ലാ പേരും എന്നോട് ചോദിച്ച്. ഇതറിഞ്ഞ് ഇന്ത്യയിൽ പ്രസിദ്ധനായ ഇവാഞ്ചലിസ്റ്റുമാർ എന്റെ ഗേറ്റിന്റെ മുമ്പിൽ വന്ന് എന്നെ ആശ്വസിപ്പിക്കുവാൻ വന്ന്, ഞാൻ ഗേറ്റ് തുറന്നില്ല. അവർ അതുപോലെ മടങ്ങിപ്പോയി. കാരണം അത്ര ദുഃഖം, അത്ര ദുഃഖം. എനിക്ക് ഒരു മനുഷ്യനെയും കാണേണ്ട. ദുഃഖം, ദുഃഖം. ദുഃഖത്തെ കണക്കെടുത്ത് ന്യായം നടത്തുന്ന ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആണ്ടുകൾ കഴിഞ്ഞ് 2012 എൻ്റെ മകൾ എന്ന് മരിച്ചുവോ അതേ നാൾ ജനുവരി 21 ഡോക്ടർമാർ നിശ്ചയിച്ച് നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. അതേ നാൾ ഏത് ജനുവരി 21 എന്റെ മകൾ മരിച്ചുവോ അതേ നാൾ എന്റെ മകന്റെ ജനനം ഡോക്ടർമാർ നിശ്ചയിച്ച് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് ആ നാളല്ല, ഇവൻ എന്റെ വിശ്വസ്തൻ, ഒരു നാളിന് മുമ്പ് തന്നെ അവൻ ജനിക്കട്ടെ. അങ്ങനെ എന്റെ മരിച്ച കുഞ്ഞിനെ ഞാൻ കയ്യിൽ വെച്ച് നിലവിളിച്ച അതേ സ്ഥലത്ത് അടക്കാട്ടിൽ 4 ഇരട്ടി വെയിറ്റുള്ള ആൺകുട്ടി എന്റെ കരത്തിൽ ദൈവം തന്നെ എന്നെ മാനിച്ചു. ദൈവ പൈതലേ, നീ തളർന്നു പോകരുത്. നമ്മുടെ ദൈവം വലിയവൻ തന്നെ. നീ ക്ലേശത അനുഭവിച്ച ദിവസങ്ങൾക്ക് തക്ക രീതിയിൽ നിന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവന്ന് നിന്നെ മാനിക്കുവാൻ എന്റെ ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ദുഃഖം അനുഭവിച്ച മാർത്ത മരിയുടെ വീട്ടിൽ യേശു പ്രവേശിച്ചു. ലാസറേ, പുറത്തേക്ക് വരിക. മരിച്ചവൻ പുറത്തു വന്ന് അവനെ ദൈവം പന്തിയിരുത്തി മാനിച്ചു. ലൂക്കോസ് 7-ാം അധ്യായത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നയീൻ പട്ടണത്തിൽ വിധവ ഏകമകൻ മരിച്ചുപോയി. മഞ്ചത്തിലാക്കി കുളിച്ചിടാൻ പോകുമ്പോൾ യേശു കടന്നു വന്ന് അവളോട് കൽപ്പിച്ചു, മകളെ നീ കരയേണ്ട, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, നീ കരയേണ്ട, വീപ് നോട്ട്. മഞ്ചം തൊട്ട് മരിച്ചവൻ എഴുന്നേറ്റ്. ദുഃഖം നിറഞ്ഞ വീട്ടിൽ സന്തോഷം. യോഹന്നാൻ 2-ാം അധ്യായത്തിൽ ദുഃഖം വീഞ്ഞ് തീർന്നു പോയി. യേശു നൽകിയ വീഞ്ഞ് രുചിച്ചു നോക്കിയ നല്ല വീഞ്ഞ് എന്ന് പറഞ്ഞു. യോഹന്നാൻ 2:2 കാരണം അവർ യേശുവിനെ അവിടെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ക്ഷണിച്ചിരുന്ന്. ഇന്ന് നീ യേശുവിനെ ക്ഷണിച്ചു കൊണ്ടുപോക. 2000 ആണ്ടുകൾക്ക് മുമ്പ് കാൽവരി പർവ്വതത്തിൽ ക്രൂശിൽ തൂങ്ങി നിൽക്കുന്ന യേശു ഐസ്യ പ്രവാചകൻ എഴുതുന്ന ഐസ്യ 53-3-ാം വചനത്തില് അവൻ വിസനപാത്രം, ഫുൾ ഓഫ് സാറോ, വിസനപാത്രം. യേശു വിസനപാത്രം, നിന്റെയും എന്റെയും വിസനം, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും വിസനപാത്രം, ദുഃഖത്തിന്റെ പാത്രവുമായി അവൻ നിൽക്കുന്നു. ഇനി നീ ദുഃഖം ചുമക്കേണ്ട കാര്യമേ ഇല്ല. ആനന്ദം, സന്തോഷം മാത്രം. യോഹന്നാൻ 17:13 യേശുവിൽ സന്തോഷമുണ്ട്. ജെറമ്യ 15:16 വചനത്തിൽ സന്തോഷമുണ്ട്. സംഗീതം 122:1 ദൈവാലയത്തിൽ സന്തോഷമുണ്ട്. അപ്പോസ്തലർ 13-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്. ശവപ്രസംഗി 2:26 ദൈവം തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും നൽകുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുക, നിന്റെ ദുഃഖം സന്തോഷമായി മാറും. എഴുന്നേൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയരട്ടെ, കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. എല്ലാവരിലും നിന്റെ ദുഃഖം സന്തോഷമായി മാറും. ആരും അങ്ങും ഇങ്ങും അലസതയോട് നോക്കരുത്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. കരങ്ങളെ ഉയർത്തുക, കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. യേശുവേ നന്ദി. നിന്റെ ദുഃഖം ഏത് രീതിയിലാണ്? എന്താണ് നിന്റെ ദുഃഖം?
இயேசுவோடு പറയുക, 2000 ആണ്ടുകൾക്ക് മുമ്പ് വിസന പാത്രമായി നിന്നവൻ നിന്റെ വിസനം എടുത്തു മാറ്റുവാൻ അവന് കഴിയും. അവന് കഴിയും. ലാസറുടെ ജീവിതത്തിൽ കടന്നു വന്ന് അവിടെ സന്തോഷം കൊണ്ട് നിറച്ചവന്, നയീൻ പട്ടണത്തിൽ വിടയുടെ ജീവിതത്തിൽ കടന്നു വന്ന് സന്തോഷം കൊണ്ട് നിറച്ചവന് ഇന്നും അവനിൽ ശക്തി ഉണ്ട്, ഇന്നും അവനിൽ ജീവനമുണ്ട്. യേശുവേ എന്ന് നിലവിളിക്കുമോ? യേശുവേ എന്ന് നിലവിളിക്കുമോ? രണ്ട് കരമും ഉയരട്ടെ, രണ്ട് കരമും ഉയരട്ടെ, രണ്ട് കരമും ഉയരട്ടെ, രണ്ട് കരമും ഉയരട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷ എഴുതാൻ പോകുന്ന എന്റെ അനുജൻ അനുജത്തിമാരിൽ ദൈവത്തിന്റെ കൃപ സ്പെഷ്യലായി ഇപ്പോൾ വ്യാപരിക്കുന്നു, ഇപ്പോൾ വ്യാപരിക്കുന്നു. SSLC പരീക്ഷ എഴുതാൻ പോകുന്നവർ, എന്റെ ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടുന്നിടാ, 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 തൊടുന്നിടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റ് ഏത് പരീക്ഷയായാലും കർത്താവിന്റെ കാരുണ്യം വിദ്യാർത്ഥിനികളിൽ ഇപ്പോൾ ഇറങ്ങുന്നു. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. സഭയ്ക്ക് നൽകുന്ന ദിവ്യ ശക്തി, സഭയ്ക്ക് നൽകുന്ന ദിവ്യ ശക്തി, സഭയ്ക്ക് നൽകുന്ന ദിവ്യ ശക്തി നിങ്ങളിൽ, 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 നിങ്ങളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാ തുറക്കുക, വാ തുറക്കുക. കരം ഉയർത്തുക, കരം തട്ടുക, കരം ഉയർത്തുക, കരം തട്ടുക. ഹല്ലേലൂയ. God's power upon you. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദിവ്യ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യ കൃപ, ദിവ്യ കൃപ, ദിവ്യ കൃപ, ദിവ്യ കൃപ, ദിവ്യ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. God's healing power, God's healing power. ഇപ്പോൾ നിന്നെ കെട്ടിവച്ചിരിക്കുന്ന മാന്ത്രിക കെട്ടുകൾ അഴിഞ്ഞ് വീഴുന്നത് ഞാൻ കാണുന്നു. അനിൽ, മിസ്റ്റർ അനിൽ കുമാർ, അനിൽ കുമാർ, അനിൽ കുമാർ. സാത്താന്റെ രാജ്യത്തിൽ നിന്ന് അറുത്ത് ദൈവസനെ കൊണ്ടുവരപ്പെട്ട അനിൽ കുമാർ, പിന്മാറി പോകരുത് മകനെ. കർത്താവിന്റെ അത്ഭുത കരം അനിൽ കുമാർ തുടർന്ന് പഴയ ഹാളിലെ കർത്താവിന്റെ കരമിട ഇറങ്ങുന്നു. ടീ 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 ടീ. ആമേൻ, 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 ആമേൻ. അഭിഷേക ടീ. ആരും കൈ കെട്ടി ഉറങ്ങി നിൽക്കരുത്. കരങ്ങളെ ഉയർത്തുക, ഉയർത്തിയ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേൻ. കണ്ണ് കാഴ്ച ശക്തി ഇല്ലാത്ത യേശുവിൻ നാമത്തിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് യേശു ഇപ്പോൾ വിടുതൽ നൽകുന്നു, വിടുതൽ നൽകുന്നു. കണ്ണ് കാഴ്ച ശക്തി ഇല്ലാത്ത അനേക ഉള്ളങ്ങളെ യേശു ഇപ്പോൾ തൊടുന്നു. കൃപ, 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 കൃപ. ദൈവ കൃപ, ദൈവ കൃപ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടും യേശു നാമത്തിൽ. ഇനി ശോകമില്ല, ജയം നാം കാമഹാസമേ. ഇനി ശോകമില്ല, ജയം നാം കാമഹാസമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉടനീടുക. തന്റെ വേലകെട്ടി ഹെച്ചനാം ഒരുങ്ങിടുക. തന്റെ വേലകെട്ടി ഹെച്ചനാം
ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാണ്ടൻ വാരാറാ നാമും പോകാറാ. കാണ്ടൻ വാരാറാ നാമും പോകാറാ. കാണ്ടൻ വാരാറാ നാമും പോകാറാ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കണ്ടൻ നാമും പോകാറാ. കണ്ടൻ വാരാറാ നാമും പോകാറാ. കണ്ടൻ വാരാറാ. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നാം അവകാശമേ. ഇനി ശോകമില്ല. കരം ഉയരട്ടെ, കരം തട്ടി ആത്മാവിൽ നിറഞ്ഞ് ആമേ ആമേ. ടീ 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 ടീ. കൊച്ചു കുട്ടികളെ കർത്താവ് തൊടുന്നു. കൊച്ചു കുട്ടികളെ കർത്താവ് തൊടുന്നു. മാരകമായ രോഗം പിടിച്ച് ഓപ്പറേഷന് വിധി എഴുതി കണ്ണീരോടെ നിലവിളിക്കുന്ന കുടുംബങ്ങളിൽ കൊച്ചു കൊച്ചു കുട്ടികളെ യേശുവിൻ നാമത്തിൽ വിടുതൽ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ. യേശുവിൻ നാമത്തിൽ വിടുതൽ. ആമേൻ. പാർവതി പാർവതി വീട്ടിൽ മരണത്തിന് വീട്ടിൽ എഴുതപ്പെട്ട രോഗിയെ വീട്ടിലാക്കി എത്തിയിരിക്കുന്ന പാർവതി, കർത്താവിന്റെ ജീവന്റെ കരം ഭവനത്തിൽ ഇറങ്ങി വിടുതൽ നൽകുന്നു. ആമേൻ ആമേൻ. ഹല്ലേലൂയ. കോടതിയിൽ നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു മധ്യവയസ്സൻ എന്റെ വലതുഭാഗത്ത് ഉണ്ട്. ജഡ്ജിനെ മാറ്റി ദൈവം നിനക്ക് വിധി കൽപ്പിക്കുന്ന മകനെ, യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ ഹല്ലേലൂയ. ചിട്ടിക്ക് ജാമ്യം മുഖാന്തരം വഞ്ചിക്കപ്പെട്ട 4 പേരെ കർത്താവ് സഹായിക്കുന്നു. വിടുതൽ, അത്ഭുത വിടുതൽ. ഹല്ലേലൂയ ആമേൻ. തലച്ചോറിൽ അഴുകി നാറുന്ന രോഗം പിടിച്ച് എത്തിയിരിക്കുന്ന വ്യക്തി എന്റെ വലതുഭാഗത്ത് യേശു തൊടുന്ന് സവിക്ക് നൽകുന്നു. ഇപ്പോൾ തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു. കൃപ 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 കൃപ. ദൈവ കൃപ ദൈവ കൃപ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നാം അവകാശമേ. ഇനി തോൽവിയില്ല, ജയം നാം അവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ. ഉണർന്നിടുക, തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാണ്ടൻ ബാറാറാ. ആമേൻ 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 ആമേൻ. കൃപ കൃപ ദൈവ കൃപ നിറച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ വിടുതലിന് അംശമായി കൽപ്പിക്കുന്ന പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തുയേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ അഭിഷേകവും സദാകാലങ്ങളിലും നമ്മോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.